നമസ്കാരം. പണ്ട് ഒരിടത്ത് ഒരു കാടുണ്ടായിരുന്നു. ആ കാടിനടുത്തായിട്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു സരസ്സുണ്ടായിരുന്നു. ആ സരസ്സിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താ അറിയോ? ആ മനോഹരമായിട്ടുള്ള സരസ്സിൽ മൃഗങ്ങൾ മുങ്ങിക്കഴിഞ്ഞാൽ ആ മൃഗങ്ങളൊക്കെ മനുഷ്യരായിട്ട് മാറും. അതേപോലെ മനുഷ്യർ മുങ്ങിക്കഴിഞ്ഞാൽ അവർ ദേവന്മാരായിട്ട് മാറും. അതാണ് സരസിൻ്റെ പ്രത്യേകത. അപ്പോൾ അവിടെ ആ സരസിൻ്റെ വക്കത്തേക്ക് കുറേ മൃഗങ്ങളൊക്കെ അങ്ങനെ മുങ്ങിക്കേറിയിട്ടുണ്ട്. അവിടെ ഒരു കുരങ്ങനും ഒരു കുരങ്ങിയും അവിടെ താമസിച്ചിരുന്നു അതിൻ്റെ അടുത്ത്. ഒരു ദിവസം ഒരു ഭാര്യയും ഭർത്താവും വഴി തെറ്റി അതിലേ വന്നു. അങ്ങനെ വന്ന് അവർ ക്ഷീണിച്ചിട്ടാണ് നടന്നിട്ട്. അപ്പോൾ ഈ മനോഹരമായിട്ടുള്ള സരസ് കണ്ടപ്പോൾ അവർക്ക് അതിലൊന്ന് മുങ്ങി കുളിക്കാൻ തോന്നി. അങ്ങനെ രണ്ടാളും ആ സരസ്സിലിറങ്ങി മുങ്ങി പൊങ്ങിയപ്പോൾ എന്തായി? അവരൊരു ദേവനും ഒരു ദേവിയുമായിട്ട് മാറി. അവരുടെ കഴുത്തിൽ നല്ല മനോഹരമായിട്ടുള്ള രത്നങ്ങൾ കൊണ്ടും സ്വർണം കൊണ്ടുമൊക്കെ തീർത്ത ആഭരണങ്ങളുണ്ടായി. കയ്യിൽ വളകളുണ്ടായി. തലയിൽ രത്നം പതിച്ച ഒരു കിരീടം ആ രാജ്ഞിയുടെ തലയിൽ, ആ ദേവസ്ത്രീയുടെ തലയിലുണ്ടായി. ദേവൻ്റെ തലയിൽ നല്ലൊരു സ്വർണ്ണ കിരീടം ഉണ്ടായി. അങ്ങനെ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിൽ രണ്ടുപേരും കൈ കോർത്ത് പിടിച്ച് ആകാശത്ത് കൂടെ അങ്ങനെ പറന്നുപോയി. ഇത് ഈ കുരങ്ങനും കുരങ്ങിയും കണ്ടു. അപ്പോൾ കുരങ്ങൻ പറഞ്ഞു, നമുക്കൊന്ന് ഇറങ്ങി മുങ്ങുക, നമുക്ക് മനുഷ്യന്മാരാവാലോ. അപ്പോൾ കുരങ്ങ സ്ത്രീ പറഞ്ഞു, വേണ്ട, എനിക്ക് വെള്ളത്തിൽ മുങ്ങാൻ പേടിയാണ്. പറഞ്ഞു, അതൊന്നും പേടിക്കണ്ട, നീ ഇറങ്ങ്, നമുക്ക് രണ്ടുപേർക്കും മുങ്ങിക്കയറാം എന്ന് കുറേ നിർബന്ധിച്ചു. പക്ഷേ ഈ കുരങ്ങ സ്ത്രീ അല്ലെങ്കിൽ കുരങ്ങി അതിന് സമ്മതിച്ചില്ല. അവസാനം എന്ത് ചെയ്തു? ഈ കുരങ്ങൻ ആ കുരങ്ങിയെ പിടിച്ചിട്ട് വെള്ളത്തിലേക്ക് ഒരൊറ്റ തൂന്തി. അവൾ ആ വെള്ളത്തിൽ വീണു, മുങ്ങിപ്പൊന്തിയപ്പോൾ അവൾ നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ത്രീയായി മാറി. ഈ കുരങ്ങനും മുങ്ങിക്കയറി അയാൾ നല്ലൊരു സുന്ദരനായിട്ടുള്ള പുരുഷനായിട്ട് മാറി. അങ്ങനെ രണ്ടാളും കരയിൽ കയറി വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ കുരങ്ങന് മോഹം തീർന്നില്ല. അവൻ പറഞ്ഞു, നമുക്കൊന്നും കൂടി മുങ്ങിയാലോ? നമുക്കങ്ങനെ മുങ്ങിക്കഴിഞ്ഞാൽ എന്താവാം? ദേവന്മാരാവാം. നമുക്ക് ആകാശത്തിലൂടെ ഇഷ്ടം പോലെ സഞ്ചരിക്കാം, നമുക്ക് ഒരുപാട് സുഖം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുരങ്ങി പറഞ്ഞു, ഇതതിമോഹമാണ്, വേണ്ട, നമുക്ക് ഈ ജീവിതം ഇപ്പം കിട്ടിയതല്ലേ ഉള്ളൂ, നമുക്കിത് ആസ്വദിക്കാം. നന്നായിട്ട് ആസ്വദിച്ച ശേഷം പിന്നീട് വേണച്ചാൽ നമുക്ക് കുറച്ച് കാലം കഴിഞ്ഞ ശേഷം നമുക്ക് വേണച്ചാൽ വീണ്ടും ഒന്ന് മുങ്ങാം എന്ന് പറഞ്ഞു. കുരങ്ങി പറഞ്ഞു, അതൊന്നും പറ്റില്ല, നമുക്ക് ഇപ്പം തന്നെ മുങ്ങണം. കുരങ്ങി പറഞ്ഞു, ഞാനില്ല, എനിക്ക് താല്പര്യമില്ല, ഞാൻ ഈ ജീവിതം കുറച്ച് ദിവസം ആസ്വദിക്കട്ടെ, മനുഷ്യനായിട്ടുള്ള ജീവിതം ഞാൻ കുറച്ച് കാലം ആസ്വദിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് വേണച്ചാൽ മുങ്ങാം, എന്നിട്ട് നമുക്ക് ദേവനും ദേവിയൊക്കെ ആവാം, ഇപ്പം ഇത് മതി പറഞ്ഞു. മറ്റേത് അതിമോഹമാണ്, അതിമോഹം ഒട്ടും നന്നല്ല എന്നൊക്കെ. എന്ത് ചെയ്തിട്ടും കുരങ്ങൻ സമ്മതിച്ചില്ല, കുരങ്ങൻ തൃപ്തിയായില്ല. കുരങ്ങൻ പറഞ്ഞു, നീയില്ലെങ്കിൽ വേണ്ട, ഞാൻ മുങ്ങാൻ പോവുകയാണ് പറഞ്ഞു. ശരി, നിങ്ങൾ മുങ്ങിക്കോളൂ, ഞാനില്ല. അങ്ങനെ ആ കുരങ്ങൻ ആ സരസ്സിലങ്ങോട്ട് മുങ്ങി പൊന്തിയപ്പോൾ എന്തുണ്ടായി അറിയോ? അത് ദേവനല്ല ഇത്, മറിച്ച് എന്തായി? വീണ്ടും പഴയ കുരങ്ങനായിട്ട് മാറി. അപ്പോൾ അവനാകെ വിഷമായി. അവൻ ഈ സ്ത്രീയോട് പറഞ്ഞു, നീയും കൂടി മുങ്ങ്, നീയും എൻ്റെ കൂട്ടത്തിൽ കൂടെ എന്ന്. അവൾ പറഞ്ഞു, ഇല്ലില്ല, ഞാൻ മനുഷ്യനായിട്ടുള്ള ജന്മം ആസ്വദിക്കാനാണ് എനിക്കിഷ്ടം, അതുകൊണ്ട് ഞാൻ മനുഷ്യ സ്ത്രീയായിട്ട് തന്നെ ജീവിക്കാൻ പോവുകയാണ്, എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല, ഒരു കുരങ്ങൻ്റെ കൂടെ താമസിക്കാൻ എനിക്ക് താല്പര്യമില്ല. അവളാണെങ്കിലോ നല്ല സുന്ദരിയായിട്ടുള്ള സ്ത്രീയായി മാറിയണു. അങ്ങനെ അവൾ ആ കുരങ്ങൻ്റെ അടുത്തുനിന്ന് പോയി കുറേ ദൂരം പോയപ്പോൾ അവിടെ രാജ്യത്തെത്തി. അവിടുത്തെ രാജകുമാരനെ കണ്ടു. ആ രാജകുമാരന് ഇവളെ ഭയങ്കര ഇഷ്ടമായി, കാരണം അത്രയും മനോഹരിയായിട്ടുള്ള സ്ത്രീയാണ്. ആ രാജകുമാരൻ അവളെ കല്യാണം കഴിച്ചു. അവർ രണ്ടുപേരും സുഖമായിട്ട് ജീവിച്ചു. ഈ കുരങ്ങൻ കുറേ കാലം പിന്നെയും ആ കാട്ടിൽ കുരങ്ങനായിട്ട് തന്നെ ജീവിച്ചു. അപ്പോൾ എന്ത് പാടില്ല? ഒരിക്കലും അതിമോഹം പാടില്ല. ഓക്കെ, നിങ്ങളുടെ മനസ്സിലും അതുണ്ടാവരുത് കേട്ടോ.